നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. മടവാക്കരയിൽ മരം റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മരം വീണ് പല്ലാവൂർക്കട രാമചന്ദ്രന്റെ ഓടിട്ട വീടിന് കേടുപാടും സംഭവിച്ചു. മതിൽ തകർന്നു. വൈദ്യുത ലൈനുകളും തകർന്നു. ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. നാട്ടുകാർ ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം സുഗമമാക്കി. KSEB അധികൃതരെത്തി രാവിലെ തന്നെ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. വിഷ്വല് കാണുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും. അതങ്ങനെയല്ല, അത് മനഃപൂർവ്വം ഇടിക്കാൻ വേണ്ടി നിർത്തിയുള്ള വണ്ടിയാണ്. ഓടി വരുന്ന വണ്ടി തട്ടും. വണ്ടി എന്ന് പറഞ്ഞാൽ അപകടം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇത് കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് കാര്യമായിപ്പോയി. അപ്പോൾ ഇതിനെ നമുക്ക് നീതി കിട്ടണം. ഇത് ഇനി വേറൊരാൾക്കും വരാൻ പാടില്ല. എനിക്ക് അത്രേ ഉള്ളൂ. ഒരാൾക്കും, റോഡ് എല്ലാവർക്കും ഉള്ളതാണ്. ഒരാൾക്കും ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. എൻ്റെ കാര്യം അത്രേ ഉള്ളൂ. എൻ്റെ മോനെ നീതി കിട്ടണം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പുതുക്കാട് സിഗ്നലിന് സമീപം പട്ടാമ്പി തിരുമിറ്റക്കോട് സ്വദേശി 22 വയസ്സുള്ള റിജാസും സുഹൃത്തായ പെൺകുട്ടിയും സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിന് പുറകിൽ പിക്കപ്പ് വാൻ ഇടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ റിജാസ് തൽക്ഷണം മരിക്കുകയും കൂടെയുണ്ടായിരുന്ന പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ടതാണ് അപകടത്തിന് കാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ റിജാസും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മുന്നിലുണ്ടായിരുന്ന കാറിന് പുറകിലെ ക്യാമറ ദൃശ്യങ്ങളാണ് സംശയങ്ങൾക്ക് ഇടയാക്കുന്നത്. അപകടത്തിനിടയാക്കിയ പിക്കപ്പ് വാനിലെ ഡ്രൈവറും റിജാസും തമ്മിൽ അപകടത്തിന് 15 മിനിറ്റ് മുൻപ് വാഹനം മുന്നിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായതായി പരിക്കേറ്റ് ചികിത്സയിലുള്ള പെൺകുട്ടി പറയുന്നു. പ്രകോപിതനായ പിക്കപ്പ് ഡ്രൈവർ മനഃപൂർവ്വം ഇരുവരെയും വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നാണ് റിജാസിന്റെ പിതാവ് മാനു പറയുന്നത്. ഇവരെ വണ്ടി ഇടിക്കുന്നതാണ് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമുക്കൊരു പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് കിട്ടി. അപ്പോൾ ഈ റിജാസിൻ്റെ കൂടെ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന കൊച്ചിനോട് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞ് ഈ വണ്ടിക്കാരനുമായിട്ട് 15 മിനിറ്റ് മുന്നേ ഒരു ചെറിയൊരു വാക്കുതർക്കം നടന്നു. ആ വണ്ടിയാണ് അവിടെ നിർത്തിയിട്ടിട്ട് പുറകെ വന്നിട്ട് ഇടിക്കുന്നത്. അത്രയാണ് ആ കുട്ടി നമ്മളെ അടുത്ത് പറഞ്ഞ്. അത് കണ്ടപ്പോൾ നമുക്കിത് ദുരൂഹത തോന്നി. ഇതൊരു സാധാരണ ഒരു അപകടമല്ല, ഇത് മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതാണ്. ഇതിന് ദുരൂഹത ഉണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം. എനിക്ക് എൻ്റെ മോന് നീതി കിട്ടണം. എനിക്ക് അത്രേ ഉള്ളൂ. നിസ്സാരമായിട്ട് ഒരു ഓവർടേക്ക് ചെയ്തതിൻ്റെ ഒരു പ്രശ്നമെന്നാണ് പറയുന്നത്. വണ്ടി ഓവർടേക്ക് ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അവർ സൈഡ് കൊടുത്തില്ല. അത്രയാണ് നടന്നിട്ടുള്ളത്. അല്ലാണ്ട് വണ്ടി നിർത്തിയിട്ട് അസഭ്യ വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. എന്നാ ചേട്ടാ കാണിക്കുന്ന സൈഡ് ഇതാന്ന് മാത്രമേ ഈ കുട്ടി അവരോട് പറഞ്ഞിട്ടുള്ളൂ. അതവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഇവരെ സാമ്പിൾ എടുത്തിട്ട് പുതുക്കാട് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അതിൻ്റെ വിവരം കിട്ടിയിട്ടുണ്ട്. പുതുക്കാട് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് തന്നെ ഇവർ മദ്യപിച്ചായിരുന്നു എന്നുള്ളതിൻ്റെ വിവരം നമുക്ക് കിട്ടും. അപ്പം മദ്യത്തിൻ്റെ പുറത്ത് ഇവർ മനഃപൂർവ്വം ചെയ്തതാണ്. ഒരു സംശയവുമില്ല, 100%. ഇത് കാണുമ്പോൾ അറിയാം അവരാ മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതാണ്. അവർ ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയിട്ടുള്ള, 2 പേരെയും കൊല്ലാൻ നോക്കിയുള്ള. ആ കൊച്ചിൻ്റെ ഭാഗ്യം കൊണ്ട് ആ കൊച്ചി രക്ഷപ്പെട്ട. ഞങ്ങൾ റൂറലിലും എസ് പിക്ക് നമ്മളവിടെ പരാതി കൊടുക്കും. ക്രൈം ബ്രാഞ്ചിന് നമ്മൾ പരാതി കൊടുക്കുകയാണ്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ SPക്കും ക്രൈം ബ്രാഞ്ചിനും പരാതി നൽകിയിട്ടുണ്ടെന്നും തന്റെ മകന് നീതി ലഭിക്കാൻ നിയമത്തിന്റെ ഏതറ്റം വരെയും പോകുമെന്നും മാനു പറഞ്ഞു. നിസാരമായ ഒരു വാക്ക് തർക്കത്തിന്റെ പേരിൽ വാഹനമിടിച്ച് കൊലപ്പെടുത്തുകയെന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്നും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് റിജാസിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിലുണ്ടായ അപകടത്തിൽ 22 വയസ്സുള്ള മകനെ നഷ്ടപ്പെട്ട ഒരു പിതാവിൻ്റെ വേദന നിറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഒരു സാധാരണ അപകടം എന്ന നിലയിൽ നിന്ന് മാറി ദൃശ്യങ്ങൾ അത് നമുക്ക് ലഭ്യമാകുമ്പോൾ അതിൽ ഒരു മനഃപൂർവ്വമായ ഒരു അപകടമായിട്ടാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. ആ ദൃശ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു സംശയത്തിൽ നിന്നാണ് ഇവർ ആ അപകടം ഒരു ദുരൂഹത ആരോപിക്കുന്നത്. ഏതായാലും സംഭവത്തിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവുകയും തൻ്റെ മകന് നീതി ലഭിക്കുകയും വേണമെന്നാണ് പിതാവ് മാനു ആവശ്യപ്പെടുന്നത്.
ഏതായാലും കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കുതിരാനിലെ ഇരട്ട തുരങ്കമുഖത്ത് മണ്ണിടിച്ചിൽ. പടിഞ്ഞാറെ തുരങ്കമുഖത്തിന് മുകളിലായി രണ്ടിടങ്ങളിലായാണ് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞിരിക്കുന്നത്. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. പാലക്കാട്, തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് കുതിരാൻ തുരങ്കം. ഹൈവേ കൺട്രോൾ റൂമിലെ പെട്രോളിംഗ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. കുതിരാൻ തുരങ്കത്തിന് മുകളിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് കെ രാജൻ MLA, ജില്ലാ കളക്ടർ ഷിക സുരേന്ദ്രൻ എന്നിവർ പ്രദേശത്ത് സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതി 2025-2026 ഭാഗമായി വരന്തരപ്പിള്ളിയിൽ മൺസൂൺ മത്സ്യവിളവെടുപ്പ് നടത്തി. ഗുണമേന്മയുള്ളതും വിഷരഹിതവുമായ ശുദ്ധജല മത്സ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ചാലക്കുടി മത്സ്യഭവന്റെ പരിധിയിൽ വരുന്ന വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്തിലെ PM ഹംസയുടെ പടുതക്കുളം വരാൽ കൃഷി യൂണിറ്റിലാണ് മത്സ്യവിളവെടുപ്പ് നടന്നത്. വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാൻഡോ അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗം KS ജിഷാദ, സ്ഥിരസമിതി ചെയർപേഴ്സൺമാരായ സുഹറ മജീദ്, ലില്ലി ബേബി, പഞ്ചായത്ത് അംഗങ്ങളായ റോസ്ലി തോമസ്, സുധനി രാജീവൻ, അക്വാകൾച്ചർ പ്രൊമോട്ടർ പിങ്കി എന്നിവർ പ്രസംഗിച്ചു. ഫിഷറീസ് ഓഫീസർ വെനീസ കാത്തി ജോൺ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. 2 സെന്റ് വിസ്തൃതിയുള്ള പടുതക്കുളത്തിൽ 1000 വരാൽ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് 8 മാസം വളർത്തിയ മത്സ്യങ്ങളാണ് വിളവെടുത്തത്. ഗ്രാമസൗന്ദര്യത്തെ അക്ഷരങ്ങളിലേക്ക് ആവാഹിച്ച കവിയും പാട്ടെഴുത്തുകാരനും ശ്ലോകക്കാരനുമാണ് രാപ്പാൾ സുകുമാരമേനോനെന്ന് നടൻ ജയരാജ് വാര്യർ. സുകുമാരമേനോന്റെ അശീതി ആഘോഷം നന്ദിക്കരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉപഹാര സമർപ്പണവും ജയരാജ് വാര്യർ നിർവഹിച്ചു. പ്രകൃതി സൗരഭ്യങ്ങൾ പാട്ടുകളിൽ പരത്താനും ഗാനാസ്വാദകരിൽ വിസ്മയം സൃഷ്ടിക്കാനും സുകുമാരമേനോനായി. നന്ദിക്കരയിൽ നടന്ന പരിപാടിയിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. KK രാമചന്ദ്രൻ MLA മുഖ്യാതിഥിയായി. കൊടകര ഉണ്ണി രചിച്ച സ്വരമന്ദാകിനി എന്ന ജീവചരിത്ര ഗ്രന്ഥം ജയരാജ് വാര്യർ വിദ്യാധരന് നൽകി. സുകുമാരമേനോൻ രചിച്ച അക്ഷരതീർത്ഥം എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനം പെരുവനം സതീശൻ മാരാർ നിർവഹിച്ചു. നടൻ കൊടകര കുഞ്ഞുണ്ണി ഏറ്റുവാങ്ങി. സംഗീത സംവിധായകൻ നടേഷ് ശങ്കർ ഗാനോപഹാര സമർപ്പണം നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗം KS ജോൺസൺ, വാഴക്കുളം കാവ്യകലാകേന്ദ്രം ഡയറക്ടർ മോഹനൻ നായർ, റീസൻ ചെവിടൻ, M ഹരികൃഷ്ണ, കൊടകര ഉണ്ണി, ഹരി നടുവം എന്നിവർ പ്രസംഗിച്ചു. ശ്ലോകഭാരതി അക്ഷരശ്ലോക കൂട്ടായ്മയുടെ ശ്ലോക സദസ്സും ആശാ സുരേഷിന്റെ സോപാന സംഗീതവുമുണ്ടായി. രാപ്പാൾ സുകുമാരമേനോന്റെ പാട്ടുകൾ കോർത്തിണക്കിയ സംഗീത സന്ധ്യ ഞായറാഴ്ച വൈകിട്ട് 5-ന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കും. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഉദ്ഘാടനം ചെയ്യും. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ കലാമേള നവരംഗ് 2026 പിന്നണി ഗായിക അനഘ മുരളി ഉദ്ഘാടനം നിർവഹിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ AG ബാബു അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ C രാകേഷ്, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, സെക്രട്ടറി രജിത് നാരായണൻ, ക്ഷേമസമിതി പ്രസിഡന്റ് ഷാജു കളരിക്കൽ, മാതൃസമിതി പ്രസിഡന്റ് സുബിത എന്നിവർ പ്രസംഗിച്ചു. 4 ദിവസങ്ങളിലായി 6 വേദികളിൽ നടക്കുന്ന കലാമേളയിൽ 42 ഇനങ്ങളിലായി 800-ൽ പരം കുട്ടികളാണ് മാറ്റൊരുക്കുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,740 രൂപയും പവന് 1,09,920 രൂപയും രേഖപ്പെടുത്തി. ഇഞ്ചക്കുണ്ട് കോൾക്കുന്നിൽ കൊച്ചപ്പൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് ഇഞ്ചക്കുണ്ട് ലൂർദ് മാതാ പള്ളിയിൽ. പരേതയായ ത്രേസ്യാമ്മയാണ് ഭാര്യ. ജാൻസി, ഷാജു, പരേതനായ ഷിബു എന്നിവർ മക്കളും പരേതനായ ദേവസി, ലിസി എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.